ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചക്ക ബജിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് ഇതാ ചക്കച്ചുളകൾ എടുത്തിട്ടുണ്ട്. കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചുള 2-3 പീസൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചുളകളായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു. ഇനി അതിലോട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഇതാ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടൊരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ എൻ്റെ മോളും കൂടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതാ ഇതിലോട്ടൊരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളെടുക്കുന്ന ചക്കയുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ബജി ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നാടൻ മഞ്ഞൾപ്പൊടിയാണ്, ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഞാനിത് അതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണും കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് സോഡ അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി വെള്ളം ചേർത്തിട്ട് നമുക്ക് മാവൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പം ഒരുപാട് വെള്ളം ഒരുമിച്ച് ചേർക്കരുത്. വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് വേണം മാവൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്ത് മാവൊന്ന് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിത് മാവ് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം ഒന്ന് കൂടിയ പോലെ തോന്നി. അപ്പോൾ ഞാനിത് ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു പാകത്തിന് മതി. ഇപ്പോൾ മാവ് പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ മാവ് ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് കട്ടിയാവുകയും ചെയ്യരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടമാവാണ് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇതാ ഇനി നമുക്ക് ചക്ക പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയെടുത്തു. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ ചുളകളെടുത്ത് മാവിൽ മുക്കിയിട്ട് ഓയിലിട്ടിട്ട് കൊടുക്കാം. അപ്പം നമ്മളിതിനായിട്ട് ചക്ക എടുക്കുന്ന സമയത്ത് മൂത്ത ചക്ക ആയിരിക്കണം കേട്ടോ. എന്നാൽ ഒരുപാട് പഴുത്ത ചക്ക ആയി പോവുകയും ചെയ്യരുത്. ഇപ്പം ഞാൻ എടുത്ത ചക്കയുടെ ഒരു പാകം കണ്ടില്ല, ആ ഒരു പാകത്തിലുള്ളൊക്കെ ചക്ക എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ചക്ക ബജി കഴിക്കാൻ വേണ്ടിയിട്ടും. അപ്പം ഈ ചൂടുള്ള ഓയിലിൽ കിടന്നിട്ട് ആ ചക്കയും ഒന്ന് വേവും. അപ്പം ആ ഒരു ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ചക്ക ബജി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചക്ക കിട്ടുന്ന സമയത്ത്. ഇനി നമുക്ക് ഒരു ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഈ പഴംപൊരിയൊക്കെ കഴിക്കുന്ന പോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചക്ക ബജി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം 2 ഭാഗവും നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ബാക്കി എല്ലാ ചക്കയും നമ്മളിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ബജി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിച്ചു.